ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമസ്കാരം അല്ലേ? സുഖമാണോ? സുഖമാണോ? എന്താ മറുപടി തരണ്ടേ? എന്ത് മറുപടിയാ തരണ്ടേ? പറ. എനിക്ക് സുഖമാണ്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ എങ്ങനെയാ പറയാ? എങ്ങനെയാ അതിന്റെ റിപ്ലൈ പറയാ? നല്ല വിശേഷം. ഓക്കെ, നല്ല വിശേഷം. ഇപ്പൊ സുഖമാണ്, നല്ല വിശേഷമാണ്, ടീച്ചറിനും സന്തോഷമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വാക്കുകളിലേക്ക് പോയാലോ? കുറച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണോ ക്ലാസ്? പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? കുറച്ച് വാക്കുകളൊക്കെ പറയാൻ പഠിച്ചോ? അപ്പൊ നമ്മൾ പഠിച്ച് കുറച്ചധികം വാക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പൊ നമ്മൾ 2 അക്ഷരമുള്ള വാക്കുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ത റ, 2 അക്ഷരമല്ലേ ഇവിടെ ഉള്ളൂ. അടുത്തത് നോക്കി. പറ, 2 അക്ഷരേ ഉള്ളൂ. ഉണ്ടോ? പ റ, പറ, 2 അക്ഷരം. അടുത്തത് എന്താ പഠിച്ചേ? ത ല, തല, 2 അക്ഷരേ ഉള്ളൂ. മനസ്സിലായോ? അടുത്തത് മ ല, മല. നെക്സ്റ്റ് വ ല, വല. എല്ലാത്തിലും 2 അക്ഷരം ഉള്ളൂ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിലും ടീച്ചർ പഠിപ്പിക്കുന്നത് 2 അക്ഷരം മാത്രമേ ഉള്ളൂ. വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇനി എന്താണ് 3 അക്ഷരം 4 അക്ഷരമൊക്കെയുള്ള വാക്കുകളായിട്ട് വലിയ വാക്കുകളായിട്ട് വരും. കേൾക്കുമ്പോൾ തന്നെ ക്ലാസ് ആരും നിർത്തി പോവണ്ട. ടീച്ചർ ഇന്ന് തന്നെ, നാളെ തന്നെ, ഇപ്പൊ തന്നെ വലിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കണില്ല. മനസ്സിലായോ? ഈ ക്ലാസ്സിൽ നമുക്ക് 2 അക്ഷരം വെച്ചിട്ടുള്ള 2 അക്ഷരം ഇതേപോലെ ജോയിൻ ചെയ്തിട്ടുള്ള 2 വാക്കുകൾ മാത്രം നമുക്ക് പഠിക്കാം. 3, 4, 5 ഒക്കെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളൊക്കെ പിന്നീട് പഠിക്കാം. ഇനിയും ഒരുപാട് അക്ഷരങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ടീച്ചർ ഈ പറഞ്ഞ പോലെ വലിയ വാക്കുകളൊക്കെ വരുള്ളൂ. നമുക്ക് സാവധാനം സമയം എടുത്ത് പഠിച്ചാൽ മതി അല്ലേ? പയ്യെ തിന്നാൽ എന്ത് ചെയ്യാം? ടീച്ചർ പഴഞ്ചൊല്ല് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പയ്യെ തിന്നാൽ പനയും തിന്നാം അല്ലേ? തിരക്ക് കൂട്ടാതിരുന്നാ നമുക്ക് എല്ലാ കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും അല്ലേ? തിരക്ക് കൂട്ടുമ്പോ എന്താ പറ്റുക? തിരക്ക് കൂട്ടി ഓരോ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക? ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകും, ഇല്ലെങ്കിൽ ചിലതൊന്നും കംപ്ലീറ്റ് ആവില്ല അല്ലേ? ചിലതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് വളരെ സ്ലോ ആയിട്ട് പോയാൽ മതി. ഓരോ ക്ലാസ്സും കുറച്ച് പഠിച്ച് പോകാം നമുക്ക്. അപ്പം നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ 2 അക്ഷരമുള്ള വാക്കുകൾ മാത്രമാണ് പഠിക്കുന്നത്. നോക്കാം. ഇതേതാണ് അക്ഷരം? അറിയാലോ, വ. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ. ഇതേതാണ് അക്ഷരം? പറഞ്ഞേ. ര. ഏതാണ്? ര. ഓക്കെ, ഒരുമിച്ച് പറയുമ്പോ വര. എന്താണ്? വ ര, വര. എന്താ വര? എന്താണ് വര? ഇത്രേ ഉള്ളൂ, വര. ഇതൊരു വരയല്ലേ? ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും ഇതൊരു വരയാണ് അല്ലേ? ഇതാണ് വര. കണ്ട, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് വര. കണ്ട, ഇതാണ് വര. കിട്ടിയോ? ഓക്കെ. ഏത് വാക്കാണ് നമ്മളിപ്പോ പഠിച്ചത്? വ ര. എന്താ വര? ഇതാണ് വര. കേടാ, വര. ഉണ്ടാ, ഇങ്ങനെ വരച്ചാലും ഇതായാലും 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 ഒക്കെ വര. ഇതാണ് വര. കിട്ടിയോ? പറയാം, ഒരുമിച്ച് പറയാം, എഴുതിയിട്ട് പറയാം. വ ര. എന്താണ്? വര.
വ ര വര. ഓക്കെ, അപ്പൊ നമ്മള് ഈ അക്ഷരം എടുത്തു, ഈ അക്ഷരം എടുത്തു. അടുത്ത് പഠിച്ചാലോ? അടുത്ത അക്ഷരം ഇനി ഏതെടുക്കാനുള്ള? ഇതാണല്ലേ. ഇത് ഏതാ അക്ഷരം? ഈ അക്ഷരം ഏതാ? ന. നേരത്തെ ടീച്ചർ പറഞ്ഞിരുന്നു 2 രീതിയിൽ പറയുന്നു അല്ലേ. ന വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാ? ന എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ നേരത്തെ എഴുതിയപ്പോ എന്തെഴുതി? പന. പന എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണില്ല, അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇനി വേറൊരു കാര്യം എഴുതാം. ഇതെന്താണ്? ന. ഇതെന്താണ്? ഇതേത് അക്ഷരാണ്? ര. ഏതാണ്? ര. ഒരുമിച്ച് വായിക്കുമ്പോ നര. എന്താണ്? നര. എന്താണ് നര? എന്താ നര? അറിയോ? ടീച്ചർ ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാ പറയുക? ഈ വാക്ക് തന്നെ കേൾക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടോ വീട്ടില്? ഉണ്ടോ? ഉണ്ടോ? അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെ ഒക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നമ്മുടെ തലമുടിയുടെ കളറ് പോലെയാണോ ഗ്രാൻഡ് പേരൻസിന്റെ തലമുടിയുടെ കളറ്? ആണോ? ആണോ? നമ്മുടെ തലമുടിയുടെ കളർ എന്താ? നമ്മുടെ തലമുടിയുടെ കളർ എന്താ? നിങ്ങളുടെ തലമുടിയുടെ കളർ എന്താ? ബ്ലാക്ക് ആണ് അല്ലേ? ബ്ലാക്ക് അല്ലേ? കറുത്ത കളറല്ലേ? പക്ഷെ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെയും അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ മുടിയുടെ കളർ എന്താ? മുടിയുടെ കളർ എന്താ അവരുടെ? എന്ത് കളറാ? വെള്ള കളർ അല്ലേ? അതാണ് പറയുന്നത് നര. നര വന്നു എന്ന് പറഞ്ഞാൽ വെള്ള കളറിലേക്ക് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, കിട്ടിയോ? അപ്പൊ നര എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയണം? മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ മുടിയുടെ കളറാണ് നര. മനസ്സിലായോ? എന്ത് കളറാണത്? വെള്ള കളർ അല്ലേ? വൈറ്റ് കളറിലേക്കാണ് മാറുന്നത്. നമ്മുടെയൊക്കെ മുടിയുടെ നിറം ബ്ലാക്ക് ആണ്, അവരുടെ മുടിയുടെ നിറം എന്താണ്? വൈറ്റ് ആണ്. മനസ്സിലായോ? ഓരോ പ്രായത്തിനനുസരിച്ച് നിറം മാറുന്നതാണ്. മനസ്സിലായോ? ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും നല്ലത് തന്നെയാണ്. ഇതൊക്കെ ആരാ തരുന്നത്? ഈ കളർ ചേഞ്ച് ഒക്കെ തരുന്നത് ആരാ? ഈശ്വരനാണ് അല്ലേ? നമുക്ക് ഇന്ന പ്രായത്തിൽ ഇന്ന നിറമാണ് മുടിക്ക് അല്ലേ? നമ്മൾ ജനിച്ചു വന്നപ്പോ കുറച്ചുകൂടെ ബ്ലാക്ക് ആയിരുന്നു അല്ലേ? പിന്നെ പിന്നെ പതുക്കെ അത് മാറി മാറി നമ്മളും വയസ്സായി കഴിയുമ്പോ ഏത് നിറമാവും? ഏത് നിറത്തിലേക്ക് മാറും? നര വരും അല്ലേ? വൈറ്റ് കളറിലേക്ക് മാറും. ഓക്കെ, അപ്പൊ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവർക്ക് നരയുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു വാക്കും കൂടെ പഠിച്ചു. ന ര നര. ഓക്കെ, 2 വാക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് വ ര വര, അടുത്തത് ന ര നര. കിട്ടിയോ? നന്നായിട്ടിരുന്ന് പഠിക്കുക, ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക. ശ്രദ്ധയോടെ ക്ലാസ് കേട്ടിരുന്നാൽ മാത്രമാണ് പിന്നീട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശുഭദിനം.